എന്താ നമുക്ക് എന്തിനാ സ്കൂളിൽ പോകണം? പഠിക്കാൻ അല്ലേ? പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പഠിക്കാൻ? എന്താ പഠിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ അല്ലേ? സോ ആക്ച്വലി നോളേജ് ഗ്യാതറിംഗ് ആണ് അല്ലേ? എന്തൊക്കെയോ അറിവുകൾ നമ്മൾ ശേഖരിച്ച് ഈ പറയുന്ന പോലെ നമ്മൾ നോളേജ് ഗ്യാദർ ചെയ്യണം അല്ലേ? സോ നോളേജ് ഗ്യാദർ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഒരു ജോലിക്ക് പോകണം അല്ലെ? അതായിരിക്കും ലക്ഷ്യം. എല്ലാവരുടെയും ലക്ഷ്യം ജോലിക്ക് പോകുക തന്നെയാണോ? ആണ്. ജോലി കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? എനിക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കണം, അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടോ? എനിക്ക് ഭാവിയിൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കണം, ഇല്ലേ? ഓക്കെ. അപ്പോ ബേസിക്കലി സ്കിൽസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ? എന്താണ് സ്കിൽസ്? കഴിവുകൾ അല്ലെ? ഈ കഴിവുകൾ എവിടെ നിന്ന് ഉണ്ടാകുന്നത്? എവിടുന്ന? പറഞ്ഞോ. അതായത് ഇപ്പൊ എല്ലാരും +2 ആൾക്കാരാണോ? +2 ആണോ? 10 അല്ലേ? അതായത് നമ്മള് കാലം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതായത് നേരത്തെ 10ാം ക്ലാസ്സിൽ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കുറെ മാറ്റങ്ങൾ വന്നിട്ട് ഗ്രേഡിംഗ് സിസ്റ്റങ്ങളൊക്കെ ആയില്ലേ? ഗ്രേഡിംഗ് അല്ലേ ഇപ്പോൾ? ഓക്കെ, ഫൈൻ. അപ്പൊ അതിനു മുമ്പ് മാർക്ക് സിസ്റ്റം ആയിരുന്നു. കാലത്തിനനുസരിച്ച് കുറെ മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു. ഇതിന്റെ ഇടയ്ക്ക് വിദ്യാഭ്യാസ രീതികൾ പല വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ലേ? സോ നമുക്ക് ക്ലാസ്സിൽ പോവുക, സ്കൂളിൽ പോവുക എന്നൊക്കെ പറയുന്നത് വി ആർ ബേസിക്കലി ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ആണ്. നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും. ഈ ഇൻഫർമേഷനുകൾ അല്ലെങ്കിൽ നോളേജുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്? ആണോ? അല്ലെ? നമുക്ക് ഒരാൾ വന്നിട്ട് നമ്മുടെ ചോദിക്കുകയാണ്, നമ്മൾ ഓക്സിജൻ ശ്വസിച്ചു, കാർബൺ ഡയോക്സൈഡ് പുറത്തല്ലേ? ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ നാട്ടിൽ ഓക്സിജൻ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ടല്ലേ? അതെന്തിനു എവിടെ പഠിച്ചു? നമ്മൾ എന്ത് പഠിച്ചു? സ്കൂളിൽ പഠിച്ചു അല്ലേ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് വേറൊരു കാര്യം, ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എങ്ങനെ? നമ്മളിത് ഓരോ കാലഘട്ടത്തിലും ഓരോ ഘട്ടമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. അതായത് ഇപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ സ്പെഷ്യലൈസേഷൻ ഞാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, അത് സോഷ്യോളജിയിലാണ്. സോ ഐ ആം ഡൂയിങ് സം റിസർച്ച് ഓൺ ദാറ്റ്. അപ്പൊ എൻ്റെ ഫീൽഡ് അതാണ്. അപ്പോൾ അതായത് നമുക്കൊരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന് നമുക്കൊരു സൊസൈറ്റിയിൽ എങ്ങനെ കുറെ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ഞങ്ങളുടെ ഒരു കമ്പനിയുടെ മോട്ടോ തന്നെ അതാണ്. ഞങ്ങൾ കുറച്ച് സ്കില്ലുകൾ, അതായത് നമുക്ക് മനുഷ്യന് ഉതകുന്ന കുറെ സ്കില്ലുകൾ വേണം എന്നുള്ളതാണ്. കാരണം നമുക്ക് ഗ്യാദർ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ നോളജ് എന്ന് മാത്രമായിട്ട് ചെയ്യണം അല്ലെ? നമ്മളുടെ ഒരു ഞാനിപ്പോ ഒരു കാര്യം പറയാണ്, ആസ് എ ലേണർ, സ്റ്റുഡന്റ് എന്നല്ല പറയേണ്ടത്, ലേണറാണ് അല്ലെ? പഠിക്കാനിരിക്കുന്ന ലേണറാണ്. ആ ലേണർ എന്താ കേൾക്കുക? ഞാൻ പറഞ്ഞൊരു കാര്യം 100 കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു 50% ആ കാര്യങ്ങളാണ് റിസീവ് ചെയ്തത് അല്ലെ? ഇനി ഈ 50% കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ഒരിടത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഈ ലേണർ എന്ത് ചെയ്യണം? അടുത്ത 50% കൂടെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നോളേജുകളെ, നമുക്ക് കിട്ടുന്ന നോളേജുകളെ എന്താക്കണം? സ്കില്ലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ബേസിക്കലി ചെയ്യേണ്ടത് അല്ലെ? അതായത് ഈ NEP, ഈ എഡ്യൂക്കേഷണൽ പോളിസികളൊക്കെ മാറി വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് കൂടുതൽ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങളെല്ലാവരും ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, AI. എന്താണ്? ഓക്കെ, എന്താണ് AI? ആരെങ്കിലും ഒരാള് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞോ? ധൈര്യട്ടോ പറഞ്ഞോ?
ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റണം. ധൈര്യമായിട്ട് പറഞ്ഞു. അതായത് മനുഷ്യന് എന്തിനു വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട എന്തോ ഒരു സംഭവമാണ് AI അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റുന്നത്, അങ്ങനെയും പറയാം. മനുഷ്യനെ പോലെ ഒരു മെഷീൻ ചിന്തിക്കാൻ പറ്റുമോ? ഈ മെഷീൻ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഡേറ്റ അല്ലെ? അതായത് ഡേറ്റ, ഈ ഡേറ്റ ആര് കൊടുക്കും? മനുഷ്യൻ കൊടുക്കും അല്ലെ? അതായത് വലിയൊരു ലാംഗ്വേജ് മോഡലാണ്. അതായത് നമ്മളൊരു LLM എന്ന് പറയും. ഈ വലിയൊരു സംഭവത്തിലേക്ക് നമ്മൾ ഫീഡ് കൊടുക്കുക. അതായത് നിങ്ങൾ ChatGPT കേട്ടിട്ടില്ലേ? അതായത് നിങ്ങൾക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ താഴെ ഒരു സംഭവം ഇങ്ങനെ വന്ന് കറങ്ങിക്കുന്നതല്ലേ? അതൊരു മെറ്റാ AI ആണ് അല്ലെ? അതേപോലെ തന്നെ ഗൂഗിൾ എടുക്കുമ്പോഴത്തേക്കും ജെമിനി ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പല തരത്തിലുള്ള ജനറേറ്റീവ് AIകൾ എന്ന് പറയും. അതായത് നമുക്കൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് തരും? ഉത്തരം തരും അല്ലെ? ഉത്തരം തരുമോ? അതായത് ഫോട്ടോസിന്തസിസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT പറയും ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുമോ? തരുമോ? ഈ ChatGPT ഇത് എവിടെ നിന്ന് കിട്ടി? നമ്മൾ കൊടുത്ത ഡേറ്റയാണ്. അതായത് നമ്മൾ എന്താണോ ഡേറ്റ കൊടുക്കുന്നത് ആ ഡേറ്റയാണ് ഇവിടെ തിരിച്ചു തരുന്നത്. അതായത് എനിക്ക് വേണ്ടത് കുറച്ച് പട്ടിയും പൂച്ചയും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഞാൻ കുറെ പട്ടിയുടെയും പൂച്ചയുടെയും പടങ്ങൾ ആർക്ക് കൊടുക്കും? ഏത് മോഡലാണോ അവർക്ക് കൊടുക്കും. എന്നിട്ട് ഇതിനെ ട്രെയിൻ ചെയ്ത് ഏത് പടം കണ്ടു കഴിഞ്ഞാലും പറയും ഇതാണ് പട്ടി, ഇതാണ് പൂച്ച. നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് ജനറേറ്റീവ് AI നമുക്ക് തിരിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനുഷ്യനോളം വളർന്നോ എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, ഒത്തിരി ചിന്തിക്കാൻ പറ്റുന്ന, പല രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് കോഗ്നിറ്റീവ് എന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. മലയാളം എന്താണ്? ഭൗതികപരമായ. അതെ, ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് കുറച്ചധികം കാര്യങ്ങളുണ്ട് അല്ലെ? നമ്മൾ ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള ആൾക്കാരാണ്, മെഷീനാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫീഡാണ് നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ ലാംഗ്വേജ് മോഡൽസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ദീർഘമായ ഒരു കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. എന്നാൽ ജസ്റ്റ് ഞാൻ അവൈലബിൾ ആയപ്പോൾ ശരത്ത് ബേസിക്കലി എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ വന്ന് ഒരു കുറച്ച് നേരം സംസാരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഒത്തിരി വളരെ വലിയൊരു സബ്ജക്റ്റാണ്. ഓക്കെ, ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതായത് നമുക്ക് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്, കേട്ടിട്ടുണ്ടാകും. UN എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ UN എന്താ? യുണൈറ്റഡ് നേഷൻസ്. എന്താണ് സംഭവം? എന്താണ്? ഐക്യരാഷ്ട്രസഭ അല്ലെ? ഓക്കെ, ഈ ഐക്യരാഷ്ട്രസഭ എന്താ ചെയ്യണം? എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ? എന്തൊക്കെയൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ എന്തൊക്കെയൊക്കെയോ പരിപാടികൾ നടക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ പറയും UNICEF, WHO എന്നൊക്കെ നമ്മൾ എവിടെ കേൾക്കുന്നുണ്ട്. യുണിസെഫിന്റെ പിരിവിന് വേണ്ടി 2-3 ചേച്ചിമാരിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്കും വന്ന് പൈസ ഒക്കെ ചോദിച്ചിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ കൂടുതൽ അറിയാനായിട്ട് എല്ലാത്തിനെ കുറിച്ച് ആഗ്രഹിക്കാം. അതേപോലെ തന്നെ UN പോലെയുള്ള ഒരു സംഘടനയാണ് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന പറയുന്നത്. ഓക്കെ, അതായത് ബേസിക്കലി ഇപ്പൊ നിങ്ങളെല്ലാം സ്കൂൾ ലെവലിലാണ്, ബേസിക്കലി ഹൈസ്കൂൾ ലെവലല്ല അല്ലെ? അപ്പൊ ഈ ഹൈസ്കൂൾ ലെവലിലുള്ള ഒരു സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് ഇനി നിങ്ങൾ കഴിഞ്ഞു വരുന്ന ഒരു ജനറേഷൻ ഉണ്ടോ? അതായത് ഇപ്പൊ സ്കൂളിൽ എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസ് അതിനകത്ത് 65% മുകളിലുള്ളവര്
അവർ ഇനി ജോലി ചെയ്യാൻ പോകുന്ന ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം അത് ഇപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മളിപ്പോ പറയും ആരാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാകണം, കുറച്ച് കഴിയുമ്പോ ആരാകണം, ആരാകണം പറഞ്ഞോ, ലോയർ ആണോ, ആരാകണം, ഡോക്ടർ ആണോ, ആരാകണം, ലോയർ. അപ്പൊ കണ്ടോ, അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെ കുറച്ച് ആൾക്കാർ സംഭവം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ ആകണം, ലോയർ ആകണം, എഞ്ചിനീയർ ആകണം. കുറച്ച് ആൾ കഴിയുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും അല്ലേ? ഏജന്റ്സ്, ഏജന്റ്, ഏജന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട് അല്ലെ. പക്ഷെ ഇതൊന്നും ഇല്ലാതാകരുത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലൊന്ന് പറയുന്നത്. നാടോടുമ്പോ നമ്മൾ നടുവിടണം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അതായത് AI മൂലം നമ്മളുടെ ജോലികളൊന്നും നഷ്ടപ്പെടില്ല. പക്ഷെ AI അറിയാവുന്നവർ നമ്മളുടെ ജോലി നഷ്ടപ്പെടുന്നു. ഇത്രയും മാത്രമാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അല്ലെ. അതായത് ഇപ്പൊ ലോയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബേസിക്കലി ലോയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറെ എന്താ പറയാ, CCRPC, ഭാരതീയ ന്യായ സംഹിത, ഇങ്ങനെ ഇതൊക്കെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം ബേസിക്കലി നമുക്ക് നേരത്തെ ഒരു ലോയർ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ബുക്കിംഗ് ഇങ്ങനെ എടുപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. ഇവരിത് ഇങ്ങനെ പോയിട്ട് ഓക്കെ 1961 സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ആരെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പൊ എന്താ സംഭവിക്കുക, ബേസിക്കലി കനൂൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പൊ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം നിങ്ങളുടെ വിരൽത്തുമ്പിൽ കിട്ടുകയാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേസ് എങ്ങനെ ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു വലിയ ലാംഗ്വേജ് മോഡലിനോട് നിങ്ങൾക്ക് ചോദിക്കാം അല്ലേ. അപ്പം സ്റ്റിൽ വാദങ്ങളൊന്നും ഇല്ലാതായിട്ടില്ല. പക്ഷെ കാലക്രമേണ ഇത് എന്തായി മാറുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഓപ്ഷനിലായിരിക്കും. എനിക്ക് കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന പോലെ സ്ക്രീനിൽ പോയിട്ട് എനിക്കൊരു ഈ ഏജന്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലോയറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു സംഭവം വരാം. അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ അല്ലെ, ഡോക്ടേഴ്സ് ഇപ്പോ ഈ പറയുന്ന പോലെ ഓൺലൈൻ ആൾക്കാരെ നോക്കുന്നുണ്ട്. ഇതെല്ലാം ലാംഗ്വേജ് മോഡൽസ് ആണ്. എന്താ പറയാ, ഡോക്ടേഴ്സ് എങ്ങനെയാണ് നമുക്കൊരു അസുഖം ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം? സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും, അസംഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. ഇതെന്താ ചെയ്യണേ, ഇതൊരു ഡേറ്റ നമ്മൾ റിസീവ് ചെയ്യാം. ഡോക്ടർ എന്ന് പറയുന്നത് ഒരു അറിവിന്റെ നിറകുടമാണ്. അപ്പൊ എന്ത് ചെയ്യും, ഡോക്ടർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റിസീവ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് നോക്കും, വേണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഫൈനൽ അസംഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ട് ഒരു ലാംഗ്വേജ് മോഡലിൽ ചെയ്തുകൂടാ? ഇപ്പൊ ഡോക്ടറെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്തൂടെ? പക്ഷെ ഇല്ലാത്ത പറ്റാത്ത സംഭവങ്ങളുണ്ടാവും, ചിലപ്പോൾ ഓപ്പറേഷൻസ്. പക്ഷെ സ്റ്റിൽ റോബോട്ടിക് സർജറി, അത് കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗിന്റെ ഒരു വേറൊരു ലെവലാണ്. റോബോട്ടിക് സർജറീസ് വരുന്നുണ്ട്. അപ്പം സോ എന്താ പറയാ, നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റഡ് ആകണം. നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും ഒബ്സർവ് ചെയ്യുക. നമ്മൾ ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. അതായത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് വെറുതെ റീലിൽ മാത്രം സ്ക്രോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ബ്രെയിൻ ഫോഗ് ഉണ്ടാവും അല്ലെ. ഞാൻ പറഞ്ഞല്ല, ഞാൻ റീലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ബേസിക്കലി ഇതെല്ലാം ചെയ്യണം, ഇതെല്ലാം കാണുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു അപ്ഡേറ്റ് എന്നുള്ളതാണ്. കാരണം കോമ്പറ്റീഷൻ ആണ് അല്ലേ. ഡാർവിൻസ് തിയറി എന്താ? നാച്ചുറൽ സെലക്ഷൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് അല്ലേ. ഓക്കെ ശരി. ബേസിക്കലി ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ടൈം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. കാരണം എല്ലാം മൊത്തത്തിലൊന്ന് ക്ലാഷ് ആയിരിക്കണം. ഓക്കെ, ഇതെന്താണ്? 10 ആണല്ലേ. ഇതെന്തിന്റെ ആവശ്യം എന്താ? എവിടെ എഴുതാൻ? ബോർഡിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. പിന്നെ പേപ്പറിൽ അല്ലേ. അതായത് ഇറ്റ്സ് എ നീഡ്. എനിക്ക് പേപ്പറിൽ എഴുതണമായിരുന്നു. എൻ്റെ ആവശ്യമായിരുന്നു
പേപ്പറിൽ എഴുതുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആശയ രൂപീകരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇനി അടുത്തത് എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. എന്തായിരിക്കണം എന്താ പേര് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആയിരുന്നു എനിക്ക് പേപ്പറിൽ എഴുതുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ പേന എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തുന്നത് അല്ലേ. എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്, എനിക്ക് 100 രൂപയുടെ പേന ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. 50 രൂപ കടം മേടിച്ചപ്പോൾ പക്ഷെ 50 രൂപ കടം മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായി? കടക്കാരനായി അല്ലേ. അപ്പോ ഞാൻ കടം കൂട്ടിയിട്ടല്ല ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ ചെയ്യണം? ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ വേണം. ഇത് പേന എന്നല്ല, എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. എൻ്റെ ആവശ്യത്തിന് നിറവേറ്റുമ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യാം? എൻ്റെ ആ പ്രോഡക്റ്റ് എന്ന് പറയുന്ന എൻ്റെ ഒരു ആവശ്യം ഫൈനൽ എനിക്ക് കിട്ടണം. ആ ഫൈനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ ഒരു ഡിസൈൻ രൂപീകരിക്കുകയാണ്. ആ ഡിസൈൻ ഞാൻ ബേസിക്കലി വേണമെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യാം അല്ലെ. പണ്ട് നിങ്ങൾ പഴയ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു എഞ്ചിനീയർ വന്നിട്ട് മറ്റേ ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. സ്കെയിൽ പെൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ട്. സെറ്റ് സ്ക്വയർ ഇത്രയും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വെരി ഗുഡ്. കമ്പസ് ഈ ആംഗിളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് രണ്ടെണ്ണം എടുത്തിട്ട് അപ്പുറം വെച്ചിട്ട് നടുക്കൂടെ ലൈനൊക്കെ വരയ്ക്കുന്ന പരിപാടിക്കില്ലേ? ഓക്കെ, ഇത്രയും പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോ ബേസിക്കലി എന്തിനു നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യണം? ഞാൻ ബേസിക്കലി ഇങ്ങനെ ചെയ്ത് പഠിച്ച ഒരാളാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ സെറ്റ് സ്ക്വയറും മിനി ഡ്രാഫ്റ്ററും ഒക്കെ യൂസ് ചെയ്തൊരു എഞ്ചിനീയറാണ്. പക്ഷെ ഇപ്പൊ ഞാനത് ആർക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്റെ സ്പെഷ്യലൈസേഷൻ പ്യൂർലി ഇൻ കമ്പ്യൂട്ടർ ആൻഡ് ഡിസൈൻ ആണ്. കാരണം നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരും. നിങ്ങൾക്കൊരു ഡ്രോയിങ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ജനറേറ്റീവ് ഡിസൈൻ വേണമെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്തു തരും. നിങ്ങൾക്കൊരു പേനയാണ് വേണ്ടത്, അതിന്റെ പേനയുടെ പല ഐട്രേഷൻസ് വരും അല്ലെ. ഒരു പേന ഉണ്ട് വേറെ അല്ലെ. ഇതിപ്പോ 2 പേനയാണ്, രണ്ടിന്റെ പർപ്പസ് ഒന്നല്ലേ. ഇതല്ലാതെ വേറെ പേനുണ്ടോ? ടൈപ്പ് 3 പേന. ഈ 3 പേന 3 ടൈപ്പാണ്. ഈ 3 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ് ഒന്നാണ്, പക്ഷെ ഡിഫറെന്റ് ഡിസൈൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ച് കോസ്റ്റ് മാറുന്നുണ്ട്, സ്റ്റൈല് മാറുന്നുണ്ട്, ക്യാരി ചെയ്യുന്ന ആളുടെ കോൺഫിഡൻസ് മാറുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോ ഇത്തരം കാര്യങ്ങൾ പണ്ട് സമയമെടുത്തിരുന്നു, പക്ഷെ ഇപ്പോൾ അതിന് സമയമെടുക്കുന്നില്ല. നമുക്ക് ബേസിക്കലി ജനറേറ്റീവ് ഡിസൈൻസ്, മോഡൽസ്, ഐട്രേഷൻ എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ നമുക്ക് ഒരേ അറ്റ് എ ടൈം പലതരത്തിൽ ഉണ്ടാക്കി തരും. എനിക്കൊരു ഇന്ന രീതിയിലൊരു സംഭവം വേണം എന്ന് ഞാൻ ചാറ്റ് ജിപിടി എടുത്ത് പറയുകയാണ്. ചാറ്റ് ജിപിടി എടുത്ത് പറയുമ്പോഴത്തേക്കും ചാറ്റ് ജിപിടി എനിക്കൊരു റിസൾട്ട് തരുന്നുണ്ട്. പക്ഷെ ആ റിസൾട്ട് ഞാൻ പറയാണ് എനിക്ക് ഇത് പോരാ. ഇതിനെന്താ പറയാ? ഇതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയാം അല്ലെ. അതായത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുമ്പോൾ, അതായത് ഈ യൂത്ത് സ്കിൽ ഡേ പ്രമാണിച്ച് ഒരിടത്ത് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ല, നമ്മൾ സംസാരിക്കുന്നത്. അതായത് നമ്മൾ കൂടുതൽ സംസാരിക്കുക, കൂട്ടുകാരോടോ ടീച്ചറോടോ വീട്ടുകാരോടോ ഒക്കെ ഒത്തിരി സംസാരിക്കുക. ഒത്തിരി സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒത്തിരി നമ്മൾ വായിക്കണം. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ലിസണറാണ്, നമ്മൾ കുറേ കേൾക്കുക, വായിക്കുക. സോ നമുക്കത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 2 പേര് നല്ലോണം സംസാരിക്കുന്നവരാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമുക്ക് നല്ല റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുക അല്ലെ. ഇഷ്ടമുള്ളിടത്തല്ലേ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ അതേപോലെ കൂടുതൽ സംസാരിക്കുക, കൂടുതൽ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. മദർ ടങ് മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. മദർ ടങ്ങിൽ തന്നെയാണ് നമ്മളുടെ എല്ലാ ഭാവനകളും പിരിയുന്നത്. പക്ഷേ ലാംഗ്വേജ് മോഡൽസ് കൂടുതലും ഇംഗ്ലീഷിലായതുകൊണ്ടും, യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ടും ഇംഗ്ലീഷും ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോ
സ്കിൽസിന്റെ ഒരു ഭാഗമാണ്. അതായത് നമുക്കിപ്പോൾ കാണുന്ന ജനറേറ്റീവ് എല്ലാം വരുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. നമുക്ക് ലാംഗ്വേജ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആ സിസ്റ്റത്തിന്. എന്താണ് നിങ്ങൾ എന്താണ് എനിക്ക് തരേണ്ടത് എന്ന് പറയണമെങ്കിൽ എൻ്റെ ലാംഗ്വേജ് വളരെ നല്ലതായിരിക്കണം. ഓക്കെ, അപ്പോ ഏറ്റവും ബേസിക്കലി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ പിയർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. അത് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ്, പിയർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതെപ്പോഴും നമ്മൾ മൊത്തത്തിൽ ഡിസൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞത് വലിയൊരു ലാഭം മോഡലോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ മോഡലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ എനിക്ക് ബേസിക്കലി നിങ്ങളടുത്ത് പറയാനുള്ളത് ഡെവലപ്പ് യുവർസെൽഫ്. നിങ്ങൾ സ്കിൽസ് ആയിട്ട് മാറ്റുക. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നോളജിനെയും നിങ്ങൾ സ്കിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അല്ലെ, നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളെയും നമ്മൾ കഴിവുകളായിട്ട് മാറ്റുക. കാരണം ടൈം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഡാർവിൻസ് തിയറി തന്നെയാണ്. നമുക്ക് വലിയൊരു കോമ്പറ്റീഷൻ മാർക്കറ്റ് നമുക്കുണ്ട് നമ്മുടെ മുമ്പിൽ. ഇത് ഞാൻ പേടിപ്പെടുത്താൻ പറയുന്നൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ മാർക്സ്. മാർക്സ് വലിയൊരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മാർക്സിന് അത്രയ്ക്കുള്ള കാര്യങ്ങളേ ഉള്ളൂ. ചിലപ്പോൾ ഇറ്റ്സ് എ ക്വാളിഫൈങ് തിങ്, അല്ലെങ്കിൽ അടുത്തൊരു പർട്ടിക്കുലർലി എന്തെങ്കിലും ഒരു സംഭവം നേടാനായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേ ഞാൻ മാർക്സിനെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് സ്കിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ഞാൻ ഒരു വലിയ ലാർജ് മോഡലിലേക്കൊന്നും പോകുന്നില്ല. സോ ഇത്രയും നേരം ഇങ്ങനെ അപ്പോൾ ഇത്രയും നേരം കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് വളരെ നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്.